നിങ്ങളുടെ ചിലവുകൾ വരവിനേക്കാൾ കൂടുതലാണോ? നിങ്ങളെന്നും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് എന്നും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 90% ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത വ്യക്തിയാകാം. അല്ലെങ്കിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്യാനും അത് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാനും അറിയാത്തതുകൊണ്ടുമാകാം. മുൻപ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കിട്ടുന്ന സാലറിയുടെ മിനിമം 20% സേവ് ചെയ്യാനും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ കണ്ടെത്തി അതിൽ നിക്ഷേപിക്കാനും കഴിയണം. അല്ലെങ്കിൽ നിങ്ങളെ നാളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളാകാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മിനിമം 15 വർഷം തൊട്ട് 20 വർഷത്തേക്കെങ്കിലും ആണെങ്കിൽ മാത്രമേ മികച്ച റിട്ടേണുകൾ ലഭിക്കുകയുള്ളൂ. കാരണം അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ശരിക്കും വർക്കൗട്ട് ആകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ പലതരത്തിലാണല്ലോ. ചെറിയ സേവിങ്സ് പ്ലാനായ RD, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ബോണ്ടുകളിലുള്ള നിക്ഷേപം, ഫിസിക്കൽ അതല്ലെങ്കിൽ വെർച്വൽ ഗോൾഡ് നിക്ഷേപങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപം, മ്യൂച്വൽ ഫണ്ട്സ്, PPF, നാഷണൽ പെൻഷൻ സ്കീംസ്, റിയൽ എസ്റ്റേറ്റ്, കൂടാതെ ബാങ്കുകൾ മുഖേനയുള്ള നല്ല റിട്ടയർമെൻറ്റ് പ്ലാൻസ്, ഇവയെല്ലാം മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളാണ്. നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സമ്പാദ്യം സുരക്ഷിതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമുക്ക് ആവശ്യം വേണ്ട ഇൻഷുറൻസ് പ്ലാനുകളാണ്. ഇതിൽ പ്രധാനമായും ലൈഫ് ഇൻഷുറൻസ് പ്ലാൻസ്, ടേം പ്ലാൻസ്, കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് എന്നിവ ഉൾപ്പെടുന്നു. വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. കാരണം അത് നിയമാനുസൃതവും നിർബന്ധവുമാണ്. യഥാർത്ഥത്തിൽ വെഹിക്കിൾ ഇൻഷുറൻസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഇൻഷുറൻസുകളിൽ ചിലതാണ് മേൽപ്പറഞ്ഞ ലൈഫ് ഇൻഷുറൻസുകളും ഹെൽത്ത് പ്ലാൻസും അതല്ലെങ്കിൽ ടേം ഇൻഷുറൻസുകളും. ഇനി ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളിൽ നമ്മൾ പങ്കാളികളായിട്ടില്ലെങ്കിൽ അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങളോ അപകടങ്ങളോ അതുമല്ലെങ്കിൽ ചില വ്യക്തികളുടെ പെട്ടെന്നുള്ള വേർപാടോ ഒരു വ്യക്തിയെ വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതോടൊപ്പം വലിയ സാമ്പത്തിക ബാധ്യതകളും പലർക്കും വരുത്തിയെന്നും വരാം. ഇത്തരം ഒരു മോശം സാഹചര്യത്തിൽ എത്തിപ്പെടാതിരിക്കാനും നല്ല ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുന്നതിനുമായി ഏതെല്ലാം ലൈഫ്, ടേം, ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ ഭാഗമാകണം എന്നതിനെക്കുറിച്ച് അറിയാൻ തീർച്ചയായും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.